രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് CPIM വേദിയിൽ. സൈബർ ആക്രമണത്തിനെതിരായി CPIM എറണാകുളം പറവൂരിൽ സംഘടിപ്പിച്ച പെൺ പ്രതിരോധം എന്ന പരിപാടിയിൽ നേതാക്കളായ KK ശൈലജയ്ക്കും KJ ഷൈനിനുമൊപ്പമാണ് റിനി എത്തിയത്. റിനി പ്രസ്ഥാനത്തിനൊപ്പം ചേരണമെന്നും തിരിച്ചറിവുണ്ടാകുന്ന സമയത്തൊപ്പം വന്നാൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുമെന്നും KJ ഷൈൻ പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെയാണ് CPIM പെൺ പ്രതിരോധം സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അശ്ലീല മെസ്സേജുകൾ അയച്ച് നിരന്തരം ശല്യം ചെയ്യുന്നു എന്ന് ആദ്യം വെളിപ്പെടുത്തിയ റിനി ആൻഡ് ജോർജിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായി. ഈ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഇവിടെ എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭാരതീയ കൾച്ചറിൽ ഏറ്റവും അധികം സ്ത്രീകളെ ആദരിക്കുന്ന ഒരു കൾച്ചറാണ്. എന്നാൽ ആ ഒരു കൾച്ചർ തന്നെയാണോ നമ്മൾ പലപ്പോഴും ഇവിടെ അവലംബിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. റിനിയെ പോലുള്ള സ്ത്രീകൾ പ്രസ്ഥാനത്തിനൊപ്പം ചേരണമെന്ന് അടുത്തിടെ അതിഹീനമായ സൈബർ ആക്രമണത്തിനിരയായ എറണാകുളത്തെ CPIM നേതാവ് KJ ഷൈൻ പറഞ്ഞു. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുറന്നു പറച്ചിലിന് പിന്നാലെ കോൺഗ്രസ് അനുഭാവിയായ റിനിക്ക് കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്ന് രൂക്ഷമായ സൈബർ ആക്രമണം നേരിട്ടിരുന്നു. വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരിക്കെ വലിയ സൈബർ ആക്രമണത്തിനിരയായ KK ശൈലജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മാനസിക രോഗികളായ ഒരു സംഘത്തെ തീറ്റിപ്പോറ്റി അവർ വഴി എതിരാളികളെ പരാജയപ്പെടുത്താമെന്ന വിഡ്ഢിത്തമാണ് വടകരയിൽ UDF ചെയ്തതെന്ന് KK ശൈലജ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതികൾ പരാതി നൽകാത്തത് ഭീഷണിയുള്ളതുകൊണ്ടാണെന്നും ശൈലജ കൂട്ടിച്ചേർത്തു. KJ ഷൈനിനെതിരെ അടുത്തിടെ നടന്ന അപവാദ പ്രചാരണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പറവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് മലയാളം, കൊച്ചി.